പ്രധാനമന്ത്രി ആ പോലീസ് അതിക്രമങ്ങളിൽ പാവപ്പെട്ട കുട്ടികളെ പേപ്പട്ടികളെക്കാൾ മോശമായിട്ട് തല്ലിത്തീർക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് അങ്ങേയറ്റത്തെ ലജ്ജാവഹമാണ്. അദ്ദേഹം മാപ്പ് പറയണമെന്ന് രാജ്യം ആഗ്രഹിക്കുന്നതിന് ഖാർഗെജിയുടെ മുറിയിൽ യോഗം വിളിച്ചിട്ടുണ്ട് പാർലമെന്റിനകത്ത്. അവിടെ വെച്ച് ഞങ്ങൾ എല്ലാ പ്രതിപക്ഷക്കാരുമായിട്ട് ആലോചിച്ച് ഒരു യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമെടുക്കും. ഈ സർക്കാരിനെ ഒരു സംശയവും വേണ്ട. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന്, ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങളുണ്ട്. ഈ വിദ്യാർത്ഥി സമരം സമാനതകളില്ലാത്ത രീതിയിലാണ് പോലീസ് നേരിട്ടത്. ഡൽഹി പോലീസ്, പട്ടാളം, അതുപോലെ CRPF ഒക്കെ ഒന്ന് നേരിട്ടത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പെല്ലറ്റ് ഉപയോഗിച്ചത്? ഏത് രീതിയിലുള്ള ആയുധങ്ങളായിരുന്നു ഉപയോഗിക്കാൻ പറഞ്ഞിരുന്നത്? ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ്? അമിത്ഷായുടെ നിർദ്ദേശം അനുസരിച്ചാണോ? ഈ ഉത്തരം അദ്ദേഹം നാളെ പാർലമെന്റിൽ പറയാൻ ബാധ്യസ്ഥരാണ്. ആഭ്യന്തര വകുപ്പിന്റെ നടപടികളെല്ലാം ശക്തമായിട്ട്, ഈ സമരത്തിൽ ആഭ്യന്തര വകുപ്പ് എടുത്ത നടപടികളെല്ലാം ശക്തമായി ചോദ്യം ചെയ്യപ്പെടും ഈ പാർലമെന്റിൽ. അതിനൊക്കെ ഉത്തരം കിട്ടിയിട്ട് മാത്രമേ ഈ ചർച്ച സുഗമമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതോടൊപ്പം കൈവാഷായിട്ടുള്ള നടപടികളല്ല വേണ്ടത്. കൃത്യമായിട്ടുള്ള നടപടികളുടെ ക്രമം എന്താണെന്ന് ഗവൺമെന്റ് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ മറ്റു ഡിമാൻഡുകളുണ്ട്. അക്കാര്യത്തിൽ എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം ഗവൺമെന്റ് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ ആവശ്യം എപ്പോഴും അന്തസ്സുണ്ടെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി രണ്ട് വീഡിയോ ജെൻസി പോപ്പുലേഷന് വേണ്ടി കൊടുത്തല്ലോ, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട്. അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ താങ്കളുടെ മൂക്കിന് മുന്നിൽ ഇത്രയും ക്രൂരമായി ഒരു വിദ്യാർത്ഥി വേട്ട നടന്നിട്ട് അത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവും പോലും അധികം കാണിച്ചിട്ടില്ല. അതിന് മാപ്പ് പറയുക തന്നെ വേണം. രാജ്യം അത് ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ആ പോലീസ് അതിക്രമങ്ങളിൽ പാവപ്പെട്ട കുട്ടികളെ പേപ്പട്ടികളെക്കാൾ മോശമായിട്ട് തല്ലിത്തീർക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് അങ്ങേയറ്റത്തെ ലജ്ജാവഹമാണ്. അദ്ദേഹം മാപ്പ് പറയണമെന്ന് രാജ്യം ആഗ്രഹിക്കുന്നത്. അത് പറയണമെന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടും. നമ്മൾ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ ഉത്കണ്ഠപ്പെടേണ്ട. ഇത് ഉത്കണ്ഠ ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയുടെ ഏറ്റവും ശക്തി കൂട്ടുന്നത് തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ എങ്ങനെയാണ് ഈ സമരത്തെ കൈകാര്യം ചെയ്ത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടുകൾ എന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഇഷ്യൂസിനോടാണ് നിലപാട്. വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ പോരാട്ടമാണ്. അത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിന്റെ മാത്രം പോരാട്ടമല്ല. എന്ന് വെച്ച് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിനെ ഞങ്ങൾ കുറച്ച് കാണുന്നുമില്ല. അപ്പോൾ ഇത് കൂട്ടായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ കോൺഗ്രസിന് യാതൊരു ഭയവുമില്ല. അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് പൂർണ്ണമായ വിശ്വാസമുണ്ട്. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകളുമായി ബന്ധപ്പെട്ട് ED അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം ED കണ്ടെത്തിയതായിട്ട് പറയുന്ന ഈ കരിമണൽ കർത്തയുടെ മൊഴിയിൽ പിണറായി വിജയനോടുള്ള താല്പര്യം കാരണമാണ് ഈ മകൾക്ക് പൈസ കൊടുത്തത്. ഇതാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്. ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ അന്ന് ഒരുപാട് നിഷേധങ്ങൾ വന്നു. അങ്ങനെയല്ല, സേവനം നടത്തിയതിന്റെ പേരിൽ സേവനത്തിന് കൊടുത്തിയ പ്രതിഫലമാണെന്ന്. ഇത് ഞങ്ങൾ ആദ്യമേ പറയുന്നത്, ഈ കേസുണ്ടായപ്പോൾ ആദ്യമേ പറയുന്ന കാര്യം തന്നെയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തു, അത് തെളിഞ്ഞു എന്നുള്ളതല്ലേ ഇതിൻ്റെ അകത്ത് മനസ്സിലാവാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണം നടക്കുകയല്ലേ, അത് നടക്കുന്ന മുറക്ക് നടക്കട്ടെ. മാറി വരുന്നതല്ലേ ഉള്ളൂ. അവർക്ക് പഴയ ഹാങ് ഓവർ ഉണ്ട്, പഴയ പോലീസുകാർക്ക്. പ്രവീൺ ഇപ്പം എന്നോട് പറഞ്ഞു, അത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്. 2 മാസമല്ലേ ആയുള്ളൂ, അതുകൊണ്ടാണ്. ഹാങ് ഓവർ ഉണ്ട്, കിടക്കുകയാണ്. 10 കൊല്ലമായിട്ടുള്ള ഹാങ് ഓവർ കിടക്കുന്നതുകൊണ്ട് ചില പോലീസുകാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അത് വെളുക്കുന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ എങ്ങനെയാണോ അവർ കൈകാര്യം ചെയ്യേണ്ടത്? ഓക്കെ, പരാതി കൊടുത്താൽ പോലീസ് അന്വേഷിക്കണമല്ലോ. അവരെന്തെങ്കിലും കൈയേറ്റം ചെയ്തതായിട്ട് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും സമരം ചെയ്യുന്നവരോട് ഇതൊരു പാഠം തന്നെയാണ് എല്ലാവർക്കും. അത് ഡൽഹി പാഠമാണ്. സമരം ചെയ്യുന്നവരോട്, വിദ്യാർത്ഥികളായാലും ചെറുപ്പക്കാരോടായാലും, അവരോട് പോലീസ് നടത്തേണ്ട സമീപനത്തിൽ കൃത്യമായ മാറ്റം ഉണ്ടാകണം എന്നുള്ളൊരു പാഠം കൂടിയാണ് നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നത്. അത് നമുക്കും ബാധകമാണ്.